ഒരാൾ നിങ്ങളെ അപമാനിച്ചാൽ നിങ്ങൾ അദ്ദേഹത്തെ ശപിക്കുമോ അതോ ദൈവത്തോട് നന്ദി പറയുമോ? ഒരു ദരിദ്രനായ തോട്ടക്കാരൻ അങ്ങനെ ചെയ്തു. അതിന്റെ യഥാർത്ഥ കാരണം കേട്ടപ്പോൾ രാജാവ് പോലും അമ്പരന്നു. ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആ മനോഹരമായ കഥ കേൾക്കാം. ഒരിക്കൽ ഒരു രാജ്യത്ത് വളരെ ദരിദ്രനായ ഒരു തോട്ടക്കാരൻ ജീവിച്ചിരുന്നു. അദ്ദേഹം രാജകൊട്ടാരത്തിലെ മനോഹരമായ പൂന്തോട്ടം ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയും പരിപാലിക്കുകയായിരുന്നു. അവിടെ പലതരം ഫലവൃക്ഷങ്ങളും അദ്ദേഹം നട്ടുപിടിപ്പിച്ചിരുന്നു. പഴങ്ങൾ പാകമാകുമ്പോൾ അവ പറിച്ച് രാജാവിന് സമർപ്പിക്കുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. തോട്ടക്കാരന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും കണ്ട രാജാവ് അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പലപ്പോഴും സമ്മാനങ്ങളും നൽകി അദ്ദേഹത്തെ ആദരിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം തോട്ടത്തിൽ മാമ്പഴവും മുന്തിരിപ്പഴവും ഒക്കെ നന്നായി പഴുത്തിരുന്നു. തേങ്ങയും കരിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മഹാരാജാവിന് ഏതു പഴമാണ് കൊണ്ടുപോകേണ്ടത്? തോട്ടക്കാരൻ സ്വയം ചിന്തിച്ചു. കുറച്ചുനേരം ആലോചിച്ച ശേഷം അദ്ദേഹം ഒരു കൊട്ട നിറയെ മുന്തിരിപ്പഴങ്ങൾ തിരഞ്ഞെടുത്ത് രാജസഭയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ അന്ന് രാജാവിന്റെ മനസ്സ് വലിയ ആശങ്കയിലായിരുന്നു. അയൽ രാജാവ് തന്റെ രാജ്യത്തെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണെന്ന് ചാരന്മാർ വിവരം നൽകിയിരുന്നു. ആ വാർത്ത രാജാവിനെ ആഴത്തിലുള്ള ചിന്തയിലാഴ്ത്തി. ചിന്തകളിൽ മുഴുകിയിരുന്ന രാജാവിന്റെ മുമ്പിൽ തോട്ടക്കാരൻ നിശബ്ദമായി മുന്തിരിപ്പഴങ്ങളുടെ കൊട്ട കൊണ്ടുപോയി വെച്ചു. രാജാവ് ഒന്നും പറയാതെ ഓരോ മുന്തിരിപ്പഴവും എടുത്ത് പകുതി കഴിക്കുകയും ശേഷിച്ച ഭാഗം അറിയാതെ തോട്ടക്കാരന്റെ ദേഹത്തേക്ക് എറിയുകയും ചെയ്തു. ഓരോ തവണയും മുന്തിരിപ്പഴം ദേഹത്ത് വീഴുമ്പോൾ തോട്ടക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു വാക്ക് മാത്രം പറഞ്ഞു: ദൈവമേ, അങ്ങ് എത്ര കരുണാമയനാണ്. രാജാവ് വീണ്ടും വീണ്ടും മുന്തിരിപ്പഴം തോട്ടക്കാരന്റെ മേൽ എറിഞ്ഞുകൊണ്ടേയിരുന്നു. തോട്ടക്കാരൻ വീണ്ടും വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ദൈവമേ, അങ്ങ് എത്ര കരുണാമയനാണ്. ഇത് പലതവണ ആവർത്തിച്ചപ്പോൾ രാജാവിന് അത്ഭുതമായി. അദ്ദേഹം ചോദിച്ചു: ഞാൻ നിന്നെ ആദരിക്കുന്നതിന് പകരം കഴിച്ച പഴത്തിന്റെ അവശിഷ്ടം നിന്റെ മേൽ എറിയുകയാണ് ഉണ്ടായത്. എന്നിട്ടും നീ എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? തോട്ടക്കാരൻ വിനയത്തോടെ മറുപടി പറഞ്ഞു: മഹാരാജാവേ, ഇന്ന് തോട്ടത്തിൽ മാമ്പഴവും മുന്തിരിയും തേങ്ങയും കരിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഏതാണ് അങ്ങേക്ക് കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ദൈവകൃപ കൊണ്ടാണ് എന്റെ മനസ്സിൽ മുന്തിരിപ്പഴം കൊണ്ടുവരണമെന്ന ചിന്ത വന്നത്. ഞാൻ തേങ്ങയോ മാമ്പഴമോ കൊണ്ടുവന്നിരുന്നെങ്കിൽ അങ്ങ് അത് എന്റെ നേരെ എറിയുമ്പോൾ എനിക്ക് ഗുരുതരമായി പരിക്കേൽക്കുമായിരുന്നു. പക്ഷെ ഇന്ന് കൊണ്ടുവന്നത് മുന്തിരി ആയതുകൊണ്ട് എനിക്ക് ഒരു ദോഷവും സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ദൈവത്തിന് നന്ദി പറയുന്നത്. ദൈവമേ, അങ്ങ് എത്ര കരുണാമയനാണ്. തോട്ടക്കാരന്റെ വാക്കുകൾ കേട്ട രാജാവ് കുറച്ചുനേരം നിശബ്ദനായി. ആ നിമിഷം അദ്ദേഹത്തിന്റെ മനസ്സിലെ ഭയം അലിഞ്ഞുപോയി. അദ്ദേഹം സ്വയം പറഞ്ഞു: ശത്രുവിന്റെ പദ്ധതിയെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞതുപോലും ദൈവത്തിന്റെ കൃപയല്ലേ? ഇപ്പോൾ എനിക്ക് രാജ്യത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ സമയം ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ രാജാവ് സൈന്യത്തെ സജ്ജമാക്കുകയും രാജ്യത്തിന്റെ പ്രതിരോധം ശക്തമാക്കുകയും ചെയ്തു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം യുദ്ധം ആരംഭിച്ചു. എന്നാൽ ധൈര്യത്തോടെയും വിവേകത്തോടെയും പോരാടിയ രാജാവ് ശത്രുവിനെ പരാജയപ്പെടുത്തി തന്റെ രാജ്യം വിജയകരമായി സംരക്ഷിച്ചു. ഒരു സാധാരണ തോട്ടക്കാരന്റെ ചിന്തയാണ് അന്ന് ഒരു രാജാവിന്റെ ജീവിതവും തീരുമാനവും മാറ്റിമറിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ എന്നും നല്ല ദിനങ്ങൾ മാത്രം ഉണ്ടാകില്ല. ചിലപ്പോൾ സന്തോഷവും ചിലപ്പോൾ പരീക്ഷണങ്ങളും നമ്മെ തേടിയെത്തും. നല്ല സമയങ്ങളിൽ ദൈവത്തോട് നന്ദി പറയാൻ പലരും മറക്കുന്നു. എന്നാൽ കഷ്ടകാലം വരുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു. സത്യത്തിൽ ജീവിതത്തിലെ ഓരോ അനുഭവവും നമ്മെ കൂടുതൽ ശക്തരാക്കാനുള്ള അവസരമാണ്. ചെറിയ പരീക്ഷണങ്ങളിലൂടെയാണ് വലിയ വെല്ലുവിളികളെ നേരിടാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ പ്രശ്നങ്ങളെ ഭയക്കരുത്. ഓരോ പ്രതിസന്ധിയെയും ഒരു പുതിയ പാഠമായി സ്വീകരിക്കുക. വിശ്വാസം കൈവിടരുത്, ക്ഷമ നഷ്ടപ്പെടുത്തരുത്, കഠിനാധ്വാനം അവസാനിപ്പിക്കരുത്. അതിനാൽ ഇന്നത്തെ വേദനയെ ശാപമായി കാണരുത്. ഒരുപക്ഷെ അത് നാളത്തെ വലിയ അനുഗ്രഹത്തിലേക്കുള്ള ദൈവത്തിന്റെ വഴിയായിരിക്കാം. ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പങ്കുവയ്ക്കൂ. ഇത്തരത്തിലുള്ള ആത്മീയവും പ്രചോദനാത്മകവുമായ കഥകൾക്കായി എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ. നന്ദി. ജയ് ശ്രീകൃഷ്ണ.